നമുക്ക് പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, വേറൊരാൾ ഇടുമ്പോൾ നമുക്ക് ഇഷ്ടമൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ഇടുന്നത് വേറൊരാൾ ഇടരുത്. അത് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. കൺഫ്യൂഷനിലാണ്. കാരണം എല്ലാം തന്നെ ഭയങ്കര എന്താ പറയേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അല്ല അതെ അതെ ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. അത് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുള്ള ഭംഗി മാത്രമേ അറിയുള്ളൂ. മെറ്റീരിയലിനെ കുറിച്ചും കൃത്യമായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ എന്താണെന്ന് പുള്ളിക്കാരി പറഞ്ഞുതരാം. അതിനനുസരിച്ചാണ് നമ്മൾ എല്ലാവരും ഇവിടെ ചൂസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പറഞ്ഞേ ദേ ഞാനിപ്പോ എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ പാലാ തൊടുപുഴ ഹൈവേയിൽ ഇവിടെ കരിങ്കുന്നത്ത് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ചർച്ചിന്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ, ഞാൻ ബ്രില്യൻറ്റിൽ നിന്ന് എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഒരു ഓൺലൈൻ പർച്ചേസിലൂടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, ബ്രില്യൻറ്റിലെ നമ്മുടെ കുറേ ടീച്ചേഴ്സ് ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്ന ഒരു ഓൺലൈൻ സെൻറ്റർ. ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ പർച്ചേസിംഗ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, നമ്മൾ ഡ്രസ്സൊക്കെ ടെക്സ്റ്റൈൽസിൽ മാത്രം വാങ്ങിച്ച് ഇരുന്ന ഒരു സമയത്ത് ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സ്ഥാപനം ഓൺലൈനിൽ തുടങ്ങിയത്. ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലേ ഞാൻ എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നതെന്ന്. അത് ഈ ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അവർ ഓൺലൈൻ ഒക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ സ്റ്റോറൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിങ്കുന്നത്ത് ഒരു സ്റ്റോർ തുടങ്ങി കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ കളക്ഷൻ കണ്ടാൽ നമ്മൾ തന്നെ ഓടി വരും. അപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ഇത് നമുക്ക് കാണാം. ഇത് സനാസ് കളക്ഷൻസ്. സനാസ് കളക്ഷൻസ് ആനി ട്രീസ ജെയിംസ് എന്ന് പറഞ്ഞ ഒരു എന്റർപ്രീനറിന്റെ ഐഡിയയിൽ തുടങ്ങി ഓൺലൈനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈനിൽ അധികം പർച്ചേസിങ്ങും ഡ്രസ് മെറ്റീരിയൽ ഓൺലൈനിൽ കൂടെയൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിച്ചിരുന്ന സമയത്ത് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് ദേ സ്റ്റോറായിട്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇതിനകത്തേക്കൊന്ന് കയറുവാണ് കേട്ടോ. ഏറ്റവും പറയാനുള്ളത് ഇവരുടെ ഭയങ്കര വെൽക്കമിങ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. അത് മാത്രമല്ല കേട്ടോ, ഈ കളക്ഷൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. ഇവർക്ക് ഒരു അടിപൊളി സാൽവാർ സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റീരിയലൊക്കെ കണ്ടിട്ട് ഏതാണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ, അത്രയ്ക്കുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവരുടെ എല്ലാ സെക്ഷനും നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. സാരീസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, ഇതെല്ലാം നമുക്കൊന്ന് കാണാം. ഞാൻ അത് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയോ, ഞാനിപ്പോൾ ഈ സാൽവാർ സെക്ഷനിലാണ്. വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ്. എനിക്ക് തോന്നുന്നു ആനയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുള്ള ഭംഗി മാത്രമേ അറിയുള്ളൂ. മെറ്റീരിയലിനെ കുറിച്ചും കൃത്യമായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ എന്താണെന്ന് പുള്ളിക്കാരി പറഞ്ഞുതരാം. അതിനനുസരിച്ചാണ് നമ്മൾ എല്ലാവരും ഇവിടുന്ന് ചൂസ് ചെയ്യുന്നത് കേട്ടോ. അനി എനിക്ക് പറഞ്ഞു തരാമോ ഏതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, പാർട്ടി വെയർ ബനാറസി കൂടുതൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബനാറസി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കും കേട്ടോ, നമുക്കൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ എന്തൊക്കെയായാലും നമ്മൾ മലയാളീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബനാറസ് സിൽക്ക് വേണം എന്തായാലും. പക്ഷെ സാരിയൊക്കെ ഉടുക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു സൽവാർ അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ സെലക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എനിക്ക് ഈ പറയുന്ന പോലെ സാരി ഉടുക്കാൻ വലിയ ഇഷ്ടമില്ല. പക്ഷെ എങ്കിലും നമുക്ക് ഗോഡിയായിട്ട് പോകണം. കല്യാണത്തിനൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാലോ, അമ്മമാരൊക്കെ ഡെഫിനറ്റ് ആയിട്ട് അവർ പറയും കേട്ടോ. കാരണം പട്ടുസാരിയൊക്കെ ഉടുത്ത് ചെല്ലാൻ. അപ്പോൾ നമുക്ക് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇത് ഒരു സൂപ്പർ ഇതാണ്. ഇനി ഒന്ന് വേറെ ഒന്ന് കാണിക്കാമോ? ശരിക്കും കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കണം. അത് ശരിയാണ് കേട്ടോ, ഭയങ്കര ഹിറ്റാണ്. ശരിയാണ്, റെയർ ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഭയങ്കര ഓരോ മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ കൺഫ്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ എൻ്റെ കൺഫ്യൂഷൻ ഇത്രയാണെങ്കിൽ മിക്കവാറും ഞാനിവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് പോവും. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ശരിക്കും കോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഹാൻഡ് വാഷ് ആണ്, പിന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ചെറിയൊരു ബാപ്റ്റിസം അങ്ങനെയുള്ള ഫംഗ്ഷനുകൾ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മോഡാൽ സിൽക്ക് അതും നമുക്ക് ഭയങ്കര ബോഡി ഹഗിങ് ആണ്, പിന്നെ ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആണ്. പിന്നെ അജറക്കിന്റെ എന്നും നമുക്ക് കല്യാണത്തിന് പോയാലും മറ്റൊരുക്കിന് പോയാലും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് വാഷ് ഐറ്റംസ് ആണ്. പിന്നെ വൈറ്റിൽ വരുന്ന ഓഫ് വൈറ്റിൽ വരുന്ന സാധനങ്ങളൊക്കെ എപ്പോഴും അല്ലെങ്കിൽ പൊതുവെ വൈറ്റിന് ഒരു എലിഗൻസ് ഉണ്ട്.
ഓഫ് വൈറ്റ് വൈറ്റ് ബേജ് ഒക്കെ ഷെയ്ഡ്സ്. അപ്പോൾ നമ്മുടെ പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് എപ്പോഴും ഈ ഒരു സെക്ഷനിലാണ്. ഓഫീസ് വെയർ കളക്ഷൻസ്, അതായത് ഒന്നും മാറിയിടണം പക്ഷെ റേഞ്ച് അധികം വേണ്ട, പക്ഷെ കുറച്ച് യൂണീക്ക് ആയിട്ട് ഇരിക്കണം. നമ്മുടെ എല്ലാ കളക്ഷൻസും യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് പറയുന്നുണ്ട്. ഞങ്ങളും അതുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം, വേറൊരാൾ ഇടുമ്പോൾ നമുക്ക് ഇഷ്ടമൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ഇടുന്നത് വേറൊരാൾ ഇടരുത്, അത് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമ്പൽസറി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ സനാസ് കളക്ഷൻ. ബിക്കോസ് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻ. അപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതുപോലുള്ള ഒരാൾ അയ്യോ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു അല്ലെങ്കിൽ ഇതുപോലെ വാങ്ങിച്ചാലേ അവർക്ക് കിട്ടാൻ പാടില്ല. അത് എല്ലാ പെണ്ണുങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ, എൻ്റെ മനസ്സിൽ ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് എൻ്റേതായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രസ്സിങ്ങിൽ പോലും ഞാൻ ഇച്ചിരി യൂണീക്ക് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇറ്റ്സ് എ ഗ്രേറ്റ് ചോയ്സ് സനാസ് കളക്ഷൻ കേട്ടോ. എല്ലാവരും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പറഞ്ഞേ ഈ ഒരു അടിപൊളി സാരിയാണല്ലോ. ഇതിന് എന്നാ റേറ്റ് വരും? നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. 1750 ചെയ്തിരിക്കുന്നത്. നമുക്കെന്നാ ബാക്കി സാരികളും കൂടെ ഒന്ന് കണ്ടാൽ. സാരീസിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോകുന്ന ഈ സാരിയാണ്. ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ സെൽഫ് പ്രിന്റ്സ് വന്നിട്ട് വളരെ സിമ്പിളും ആണ്, എന്നാൽ ഭയങ്കര ക്ലാസ്സിയാണ്. ഹാൻഡ് ക്രോഷ്യ വർക്കാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് പല്ലു നമുക്ക് ഒരു ഇക്കത്തിന്റെ ഡബിൾ ഇക്കത്തിന്റെ ഇക്കത്ത് സിൽക്ക് കൂടെ ഉള്ളൊരു. ശരിക്കും പറഞ്ഞാൽ ഈ പേരുകളൊക്കെ എനിക്ക് ഭയങ്കര പുതുമയാണ് കേട്ടോ. നമുക്ക് നല്ല ഡ്രസ്സ് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് വലിയ കളർ കോമ്പിനേഷൻ സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഡിമാൻഡ് ഉണ്ട് അല്ലേ, ട്രെൻഡിങ് ആയിട്ടുള്ള ഡിമാൻഡിങ് ഉള്ള ടസറാണ്. അത് ശരിയാ, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഉടുത്താലും നല്ല സുഖമാണ്, ഒതുങ്ങിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ. സെയിം കോട്ട എന്ന് പറഞ്ഞ ബ്ലോക്ക് പ്രിന്റും ഇങ്ങനെ ടസറിന്റെ തന്നെ പല്ലു ക്ലാസി ആയിട്ടുള്ള അല്ലേ. ശരിയാ, ശരി. അതെ അതെ, പ്രിഫർ ചെയ്യാൻ പറ്റുന്ന. അതെ അതെ അതെ, അടിപൊളി സാരി. ഫുൾ എംബ്രോയിഡറി ആണല്ലേ, എംബ്രോയിഡറി എൻറ്റയർ സാരിയിലുണ്ട് കേട്ടോ. നോർമലി നമ്മൾ ഇത്രയും ഹെവി വർക്ക് നല്ല രസമുണ്ട്. ശരിയാ ശരിയാ ശരിയാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷൻ, അടിപൊളി കളർ കോമ്പിനേഷൻ ആണ്. നല്ല മെറ്റീരിയൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം കേട്ടോ. നമ്മളിപ്പോൾ കണ്ട പോലത്തെ വേറൊരു കളർ അല്ലേ. ഓക്കെ, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിക്ക് ഇച്ചിരി ഒരു ഡിമാൻഡ് ഉള്ളൊരു സമയമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ശരി, അതും ത്രൂ ഔട്ട് ദ ബോഡി വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ലുക്ക് വരുന്നുണ്ട് അല്ലേ. അല്ല അല്ല അല്ല, അതെ അതെ, ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. അതൊരു നല്ല കളറും, നല്ല അടിപൊളി ഒരു കളറും, നല്ലൊരു കോമ്പിനേഷൻ. എപ്പോഴും ഈ ഒരു പറയുന്ന കളർ കോമ്പിനേഷൻ എനിക്കൊന്നും മെറ്റീരിയലും എല്ലാം കൂടെ ചേർന്നാണ് ഒരു യൂണീക്നെസ് കൊടുക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് എന്താ ഈ മെറ്റീരിയൽ? ഓർഗൻസയാണ്. ഓർഗൻസാന്ന് കേൾക്കുമ്പോഴുള്ള ആ ഒരു പറന്നു നിൽക്കുന്ന ഒരു ടൈപ്പ് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉടുത്തിറങ്ങാൻ. എനിക്ക് ബോഡി ഇങ്ങനെ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന, ഇച്ചിരി ഷേപ്പൊക്കെ നന്നായിട്ട് തോന്നുന്ന അജ്രക് പ്രിന്റിലെ അജ്രക് പ്രിന്റ് ഇപ്പൊ ഭയങ്കര ഹിറ്റാണ്. അജ്രക്കില് നമുക്കിത് വിസ്കോസ് ഓർഗൻസയിൽ നമ്മളിപ്പോ കണ്ട മെറ്റീരിയൽ, അതിനകത്ത് അജ്രക് പ്രിന്റ് വരുന്ന നല്ലൊരു സാരിയാണ്. ഇതൊക്കെ നമുക്ക് പ്ലീറ്റ് ചെയ്തും അല്ലാതെ എങ്ങനെ വേണേലും ഇടാൻ പറ്റും അല്ലേ. പക്ഷെ ഉടുക്കുമ്പോ അറിയാം അതിന്റെ ഒരു എലഗൻസ്. ഭയങ്കര രസമായിട്ടുള്ള സാരി. ബ്ലൗസും ആ സ്ട്രൈപ്പ് വരും, പല്ലു പോലെ തന്നെ. നല്ല കളർ കോമ്പിനേഷൻ ശരിക്കും കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നല്ല ക്ലാസി ആയിട്ട് ഇടാൻ പറ്റും. പിന്നെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മൊഡാൽ സിൽക്ക്. മൊഡാൽ സിൽക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും അതിന് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. കുറച്ചുകൂടെ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ അല്ലേ മെറ്റീരിയലിന് യൂസ് ചെയ്യാൻ പറ്റുന്ന. എനിക്ക് തോന്നുന്നു അതെ അതെ തന്നെ പറഞ്ഞത് എല്ലാം മൊഡാൽ സിൽക്കിൽ വരുന്നതാണ്. അജ്രക് പ്രിന്റ്
സ്ട്രൈപ്പ് ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാ ഏജിലുള്ളവർക്കും പ്രിഫർ ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല രസമുള്ള പ്രിന്റ് അല്ലേ? ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ട് എടുത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഭയങ്കര ഒരു കളക്ഷൻ. സ്ട്രൈപ്പും സിക്സ് ആയതും ആണ് എപ്പോഴും ഒരു എല്ലാരും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരു വാങ്ങിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമല്ല ഇവിടുത്തെ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ ഭയങ്കര പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മളിങ്ങനെ കാണാത്തൊരു കോമ്പിനേഷൻ. ഹിറ്റാണ്. ബോർഡറും കൂടെ ശരിയാണ്. ബോർഡ് കംപ്ലീറ്റ് അല്ലേ? ശരി, നമുക്ക് ഒരു നല്ല ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ അടിച്ചു പൊളിച്ചൊക്കെ പോവാം. നോർമലി ആയിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് കൊടുക്കാം. എന്നാൽ സിമ്പിൾ ആണെന്ന് വെച്ചാൽ അതേ സിമ്പിൾ ആണ്, പക്ഷെ ഗോഡിയാണെന്ന് വെച്ചാൽ അതേ ഗോഡിയാണ്. എന്താ പറയണമെന്ന് അറിയാത്ത ശരിക്കും നമുക്ക് കൊടുക്കാം. ശരിയാട്ടോ. എനിക്കൊരു ഒരു അമ്മയ്ക്ക് 60th ബർത്ത്ഡേ വരുവാണ്. അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു 2500 അകത്തൊക്കെ നിൽക്കുന്ന ആ റേഞ്ചിൽ അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും. അമ്മമാരല്ലേ, അപ്പോൾ അവര് ഇതൊക്കെ അടിപൊളിയാട്ടോ. ഇതൊക്കെ ആ ഒരു നല്ല ഭംഗിയുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടും അല്ലേ? ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാമോ? ഓഫ് വൈറ്റ് ആണ്, ബേജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ്. അതെ അതെ, അതാണ് ആ യെല്ലോയും ഗ്രീനും ആ ബീജിന്റെ ഒരു സ്റ്റാർട്ടിങ്ങും എല്ലാം കൂടെ സൂപ്പറാണ്. അകത്തും ഇച്ചിരി ചെറിയ ചെറിയ ഉണ്ട് എന്നാ ഇല്ല. എനിക്ക് തോന്നുന്നു അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻ ആയിരിക്കും. അതും കോമ്പിനേഷൻ ഡിഫറൻസ് അല്ലേ? ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇവിടെയും എനിക്ക് ഞാൻ ആകെ ഡിലമയിലാണ്, എന്ത് വേണം എന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഇത് ഫുള്ളാണല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് അമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ അടിച്ചു പൊളിച്ചിട്ടിക്കാൻ നമുക്ക് ഇച്ചിരി ഒരു നല്ല ഭംഗിയുണ്ട്. കുറച്ചൊരു ഡിഫറെന്റ് പാറ്റേൺ. ഓക്കെ, താഴെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ് വരുന്ന സ്ഥലമാണ്. ഇത് പല്ലു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ശരിയാട്ടോ, ലൈറ്റ് കേട്ടോ. ഇതെല്ലാം അങ്ങനെയുള്ള ഒരു കളക്ഷൻസ് ആണ്. ഒരുപാട് സെലക്ഷൻസ് ഉണ്ട്. എല്ലാം എനിക്ക് തോന്നുന്നു ഒരുപാട് ഉണ്ടെങ്കിലും എല്ലാം ഒരുപോലത്തെ എനിക്ക് തോന്നുന്നു രണ്ടെണ്ണം കിട്ടില്ല. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള സെലക്ഷൻസ് ആണ്. ചിലരൊക്കെ വന്നിട്ട് നമ്മളോട് ഈ ഒരു പീസ് കാണിച്ചിട്ട് ഇതിന്റെ ഒരു 10 പീസ് കസ്റ്റമൈസ് ചെയ്ത് തരാം അങ്ങനെ ചോദിക്കുന്നവർക്ക് നമ്മളൊരു ടൈം പീരീഡ് പറഞ്ഞ് ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ഓടി വരുന്നതിനുള്ള ഒരു കാരണവും. ഇതൊക്കെ ഇങ്ങനെ ഓഫ് വൈറ്റിൽ എംബ്രോയിഡറി വരുന്നതാണ്. അത് പക്ഷേ ഇച്ചിരി ഏജായിട്ടുള്ളവർക്ക് എംബ്രോയിഡറിയെക്കാളും കൂടുതൽ ഇങ്ങനത്തെ പ്രിന്റ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത് അല്ലേ? പിന്നെ ഇതാണ് വൈറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഏജ് ഉള്ള കളർ ഇഷ്ടമില്ലാത്ത അമ്മമാർക്കൊക്കെ വൈറ്റ് നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കും ഇച്ചിരി വേർത്തിയായിട്ട് തന്നെ തോന്നുന്ന ഒരു. ഞാൻ ശരിക്കും പറഞ്ഞാൽ സാൽവർ മെറ്റീരിയൽ ആണോ സാരിയാണോ എന്താണ് എടുക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണ്. കാരണം എല്ലാം തന്നെ ഭയങ്കര എന്താ പറയേണ്ടതെന്ന് ദർ ഈസ് നോ വേർഡ്സ്. നമുക്കിവിടെ വേറെ ഹോം ഡെക്കർ ഉണ്ട് അല്ലേ? നമുക്ക് ഹോം ഡെക്കേഴ്സ് ഉണ്ട്. ചില കടയിലൊക്കെ പോയാൽ നമുക്ക് ഭയങ്കര തിരക്ക്, നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എന്താ പറയണ, നമ്മൾ റിസോർട്ടിലൊക്കെ കയറി ചെല്ലുന്ന പോലെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര അതെ 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 അതെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈവേയുടെ ഒരു സൈഡിൽ തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് ഇരിക്കണമെങ്കിൽ അതൊന്നും തോന്നുന്നില്ല കേട്ടോ. ഭയങ്കര കാം, പീസ്ഫുൾ, കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ. പിന്നെ സ്റ്റാഫും നമ്മളും
എല്ലാവരും ഇവര് ഭയങ്കര ഒന്നും പറയാനില്ല കേട്ടോ. എനിക്കൊന്നും ഇതെല്ലാം കൂടെ എടുത്ത് കറി വെച്ചിട്ട് പോകണം എന്ന് തോന്നുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഹോം ഡെക്കറിന് വേറെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക്? ബെഡ്ഷീറ്റ്സും ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടാലേ എന്തായാലും വന്നല്ലേ. അയ്യോ അതെ. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ വീടും അടിപൊളിയായിട്ട് ഇരിക്കണ്ടേ, നമുക്ക് അതുകൂടെ നോക്കാം. ഷീറ്റ് കിങ് ഇപ്പൊ എല്ലാം അങ്ങനെ ബെഡ് സൈസ് വരുന്നു. ബോർഡർ പ്ലെയിൻ ഇതൊക്കെയാണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും ബോർഡർ വരുന്നത്. മാച്ചിങ് ആയിട്ടുള്ള പ്ലെയിൻ ബോർഡറും പ്രിന്റഡ് സെന്റർ പോർഷൻ അങ്ങനെയാണ് സൈസ് വരുന്നത്. ഇതിന് ബെഡ്ഷീറ്റിൽ പോലും ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും അല്ലേ, ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ ഒരു സെലക്ഷൻ ഉണ്ടോയെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഒരു സ്ട്രെന്യൂസ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു സമയം, അത് ഏറ്റവും നന്നായിട്ട് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഉറങ്ങാൻ തോന്നണം. അവിടെ ഈ പറയുന്ന പോലെ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഒരു റിസോർട്ടിൽ ചെന്ന് സുഖമായിട്ട് കിടക്കുന്ന പോലെ തോന്നണമെങ്കിൽ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന മാത്രമല്ല തുണിയും അടിപൊളിയാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഒരു യൂണീക്നെസ് ബെഡ്ഷീറ്റ് പോലും കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ബെഡ്റൂമിൽ മാത്രമുള്ളൊരു ഷീറ്റെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. കുർത്തയും ഉണ്ട് അല്ലേ, കുർത്തീസ് എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ്. ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വരുമ്പോൾ കയറി വരുന്നുണ്ട്. അത് ശരിയാട്ടോ, അത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഈ ഒരു പറയുന്ന പോലെ അതെ പെട്ടെന്ന് ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു യൂണീക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആണ് ഒരാൾ ഓടി വരുന്നു. കാരണം ചില സമയത്ത് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ആ സമയമാകുമ്പോൾ നമുക്ക് ഓടി പോകാൻ തോന്നും. അപ്പോൾ നമ്മൾ എന്താ നിങ്ങൾ പ്ലാൻ അല്ലേ എന്നൊക്കെ ചോദിച്ചാലും ഞാനൊക്കെ മെജോറിറ്റി സമയത്ത് ഈ തലേദിവസം പോയി എടുക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് wide range of collection, uniqueness, color combination and materials. No. Thank you so much. ശരിക്കും പറഞ്ഞാലേ ഒരു സൽവാർ ഒരു സാരി വാങ്ങിയിട്ട് പോകണമെന്ന് കരുതിയാണ് ഞാൻ വന്നത് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ശരിക്കും നിറച്ചെന്ന് പറഞ്ഞാൽ എത്ര ചുരിദാർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എത്ര സാരി എടുത്തുന്ന എണ്ണാൻ പറ്റാത്ത അത്രയും എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അതിന് പ്രധാന കാരണം എന്താണെന്നറിയോ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചില കളേഴ്സൊക്കെ നമുക്ക് ഒരാൾ ഉടുത്ത് കാണുമ്പോൾ ഇതെനിക്കും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആ ഒരു ഡിഫറെൻറ്റ് കളർ പാറ്റേൺസിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷനിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കുറേ കളക്ഷൻസ് ഒക്കെ കണ്ടു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. അപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോയിട്ട് സനാസ് കളക്ഷൻസ് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് നോക്കി കണ്ടറിഞ്ഞ് ഏത് മെറ്റീരിയലാണ് ഏത് പാറ്റേൺ ആണെന്ന് ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈനിൽ ഇവരെ കോൺടാക്ട് ചെയ്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോർ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഹൈവേയുടെ അടുത്ത്. ഏത് ഹൈവേ ആണ്? നമ്മുടെ പാലാ തൊടുപുഴ ഹൈവേയിൽ കരിങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് സനാസ് കളക്ഷൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി എടുക്കാം. ഇനി അതും അല്ല, നേരിട്ടൊന്ന് നോക്കി ഉടുത്തൊക്കെ നോക്കി എനിക്കത് എത്രത്തോളം ചേരുന്നുണ്ടെന്നൊക്കെ നോക്കി എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറി വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് ഇവരുടെ ഈ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങി പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഏറ്റവും ഹാപ്പി കസ്റ്റമറായിട്ടാണ് ഇന്ന് സനാസ് കളക്ഷൻ്റെ പടി ഇറങ്ങുന്നത്. നിങ്ങളും എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ, വരുന്നവരെല്ലാവർക്കും തന്നെ ആ ഒരു സന്തോഷമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടിയതിൻ്റെ സന്തോഷത്തോടെ തന്നെ ഇവിടുന്ന് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പോവാണ്, നിങ്ങളിനി വന്നിട്ട് റിവ്യൂ പറയണം കേട്ടോ.